Good morning, all. Good morning, Good ma'am. morning. മിസ്സിന് Good സുഖമായ morning. മിസ്സിന് സുഖമായ കുറഞ്ഞു. പനി കുറഞ്ഞ കുറവുണ്ട്. ഒരു മിനിറ്റ് കേട്ടാ. ഒരു മിനിറ്റ്. കഴിഞ്ഞ ദിവസം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഹലോ ഹലോ പോയി എല്ലാവരും? ഇല്ല. ഓക്കെ, അത് ബാക്കി എടുക്കാം അല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസം അതർ ഏരിയാസ് വരെയല്ല എടുത്തത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അതർ ഏരിയാസ് വരെ എടുത്തില്ലേ? ഫങ്ഷണൽ ഏരിയ, അതർ ഏരിയ എടുത്തില്ലേ? അവിടെ വരെ എടുത്തില്ലേ സർ? ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി അതായത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും എന്നാണ് അടുത്തത് പറയുന്നത്. ആദ്യം എവിടെയൊക്കെ ആയിരിക്കും? ട്രയേജിലേക്കായിരിക്കും അല്ലെ? എന്താണ് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കണം അല്ലെ? അവർക്ക് എങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, മൈനർ ആണോ, എന്താണ് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, തരംതിരിക്കുക. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ട്രയേജ് പറഞ്ഞപ്പോ എന്താണ്? പേഷ്യന്റിന്റെ അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരെ തരംതിരിക്കുന്നതിനാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ് ആരൊന്നും പറയാം? എന്താണ് പറഞ്ഞത്? എന്താണ് പേഷ്യന്റിന്റെ മിസ് ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞല്ലേ? എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവരെ കണ്ടീഷൻ എന്താണ്? ക്രിട്ടിക്കൽ ആണോ, അതല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ, മൈനർ ആക്സിഡന്റുകളോ, അതല്ലെങ്കിൽ മൈനർ ഇൽനെസ്സോ, അതല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ, അങ്ങനെ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ്. തരംതിരിക്കുന്നതിന് പറയുന്നതാണ് ട്രയേജ്. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്ന? ഒരു പേഷ്യന്റിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം എങ്ങോട്ടാണ്? ട്രയേജ് സെക്ഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രയേജ്ഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. എല്ലാ രോഗികൾക്കും കാഷ്വാലിറ്റിയില് കൊണ്ടുവരുന്ന എല്ലാ രോഗികൾക്കും ഒരൊറ്റ പോയിന്റില് ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ട്രയേജ് ചെയ്യുന്നത്, അതായത് നിരീക്ഷിക്കുന്നത്. ഒരൊറ്റ പോയിന്റിൽ വെച്ചായിരിക്കും, ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കും എല്ലാ പേഷ്യന്റിനും ട്രയേജ് ചെയ്യുന്നത്. Aim of triage is to sort patients for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്താണ് ട്രയേജ് എന്ന് പറഞ്ഞാല്? എയിം ഓഫ് ട്രയേജ്, ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യന്റിനെ തരംതിരിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവർക്ക് വേണ്ട കെയർ, അവർക്ക് വേണ്ട പരിചരണം, എത്രത്തോളം അവർക്ക് കെയർ വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അവരെ അവിടെ ആ ഹോസ്പിറ്റലിലുള്ള പരമാവധി റീസോഴ്സുകൾ വെച്ച് കണ്ടിട്ട് എന്താണ്? റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളുടെ സഹായം വേണ്ടി വരും അല്ലെ? മെഡിസിന്റെ സഹായം, ഡോക്ടേഴ്സിന്റെ സേവനം അല്ലെ? അതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിലെ റിസോഴ്സസുകളിൽ പെടുന്നതാണ്. അങ്ങനെയുള്ള
ഹോസ്പിറ്റൽ റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിങ്ങാണ് എന്താണ് പേഷ്യൻസിനെ തരംതിരിക്കുക, അവർക്ക് വേണ്ട കെയറിന്റെ പരിചരണത്തിന്റെ അടിസ്ഥാനത്തില് പേഷ്യന്റിനെ തരംതിരിക്കുക എന്നതാണ് ട്രയേജിന്റെ ലക്ഷ്യം. ക്ലിയർ ആയോ? ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, പേഷ്യൻസിനെ എല്ലാ പേഷ്യൻസിനും കാഷ്വാലിറ്റി സെക്ഷനില് കൊണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിനും ട്രയേജ് നൽകുന്നത് എന്താണ്, ഒരൊറ്റ സ്ഥലത്ത് വെച്ചായിരിക്കും, ഒരു പോയിന്റിൽ വെച്ചായിരിക്കും എല്ലാവർക്കും ട്രയേജ് നൽകുന്നത്. ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ എന്താണ്, പേഷ്യൻസിന്റെ നീഡ്സിന്റെ അടിസ്ഥാനത്തിലുള്ള എന്താ അവരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സോർട്ട് ചെയ്ത് തരംതിരിച്ചു കൊടുക്കുന്നതിനാണ് ട്രയേജ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് മൈനർ ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, കൂടുതൽ റിസോഴ്സസുകളും കൂടുതൽ കെയർസും ആർക്കായിരിക്കും ആവശ്യമായിട്ട് വരുന്നത്, ആർക്കായിരിക്കും? മൈനർ ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യന്റിനാണോ കാർഡിയാക് അറസ്റ്റുമായി വരുന്ന പേഷ്യന്റിനായിരിക്കും അല്ലെ. അപ്പൊ അവർക്കാണ് കൂടുതൽ കെയർസ് കൊടുക്കുന്നത് അല്ലെ, അവർക്കായിരിക്കും കൂടുതൽ റിസോഴ്സസുകളൊക്കെ ആവശ്യമായി വരുന്നത്. അങ്ങനെ തരംതിരിക്കുന്നത്, സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ്. ക്ലിയർ ആയോ? ട്രയേജ് സോർട്ട് ചെയ്യുക, പേഷ്യന്റിനെ സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ട്രയേജ് ആണ് കേട്ടോ. പേഷ്യന്റിന്റെ കെയർസ്, അവർക്ക് ആവശ്യമുള്ള നീഡ്സ് എന്താണോ അവർക്ക് ആവശ്യം അതിനനുസരിച്ച് അവരെ തരംതിരിക്കുന്നതാണ് ട്രയേജ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ട്രയേജ് കഴിഞ്ഞ് ആദ്യം എന്തായിരിക്കും, ഒരു പേഷ്യന്റിന് ഒരു ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ആദ്യം ട്രയേജ് ആയിരിക്കും കൊടുക്കുന്നത്, എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, റിസപ്ഷനിൽ എന്താണ്, റിസപ്ഷനിൽ ചെന്നിട്ട് ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്, എന്താണ് ട്രയേജുമായിട്ട് കൂടുതൽ അടുത്ത് ആയിരിക്കും റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ, ഫങ്ഷണൽ ഏരിയാസ് പഠിച്ചപ്പോ പറഞ്ഞല്ലേ, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. അതേ പറഞ്ഞ പോലെ എന്താണ്, ട്രയേജിനോട് ഏറ്റവും അടുത്തായിരിക്കും, ക്ലോസ് ആയിട്ടായിരിക്കും റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദി ക്ലറിക്കൽ സ്റ്റാഫ്. എന്താണ്, ആദ്യം പേഷ്യന്റിന് ട്രയേജ് കൊടുത്ത് അവരെ സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അവരെന്താണ് ഡീറ്റെയിൽസ്, ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്ലറിക്കൽ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യുന്നത്. A new medical record is either raised or the old one retrieved. എന്താണ്, ചില കേസിൽ എന്താണ്, ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി എന്തുണ്ടാവും, രജിസ്റ്റർ എന്തുണ്ടാവും അല്ലെ, അവിടെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, അവരുടെ ഓൾഡ് വൺ അല്ലെ, പുതിയ പഴയ ഫയല് റിട്രീവ് ചെയ്താൽ മതിയായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, പുതുതായി കൊണ്ടുവരുന്നതാണെങ്കിൽ എന്താണ്, ആ പേഷ്യന്റിന് പുതിയ റെക്കോർഡ്, പുതിയ ഫയൽ എന്താണ് ഓപ്പൺ ചെയ്യുക, റൈസ് ചെയ്യുക, ഉയർത്തുക. ക്ലിയർ ആയോ? ട്രയേജിനോട് ക്ലോസ് എന്താണ് അടുത്ത് തന്നെയായിട്ടായിരിക്കും റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. പേഷ്യന്റിന് ട്രയേജ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്താണ്, സോഷ്യൽ ഡാറ്റ അല്ലെ, എന്താണ് അവരുടെ പേര്, ഏജ്, എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് അവരെ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള സോഷ്യൽ ഡാറ്റാസ് എന്ത് ചെയ്യും, ക്ലറിക്കൽ സ്റ്റാഫ് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, റെക്കോർഡ് ചെയ്യും. അതിനുശേഷം എന്താണ്, പേഷ്യന്റിന് പുതിയ റെക്കോർഡ് എടുക്കണമെങ്കിൽ പുതിയ റെക്കോർഡ് എടുക്കും. അതല്ല മുൻപ് ആ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പഴയ ഫയൽ എന്ത് ചെയ്യാ, റിട്രീവ് ചെയ്തെടുക്കും. ക്ലിയർ ആയോ? റിസപ്ഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. എന്ത് ചെയ്യും, ആദ്യം ട്രയേജ് കൊടുക്കും. അതിനുശേഷം എന്താണ്, പേഷ്യന്റിന് ഡീറ്റെയിൽസ് അല്ലെ, ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് മേ ബി ഡയറക്റ്റഡ് ടു യൂണിറ്റ്സ് എന്നുണ്ട്, ഡയറക്റ്റഡ് ടു യൂണിറ്റ്സ്, resuscitation area, acute treatment area, consultation or fast track area, medical imaging or waiting area, emergency treatment
ഈസ് ഇനീഷ്യേറ്റഡ് എന്താണ് ട്രയേജ് കൊടുത്ത് ആ പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താണ് പേഷ്യന്റിനെ ഏത് ഏരിയയിലേക്കാണ് ഏത് യൂണിറ്റിലേക്കാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി മാറ്റേണ്ടത്. ഇപ്പൊ എന്താണ് റെസൂസിറ്റേഷൻ ഏരിയ അല്ലെ, പുനരുജ്ജീവന ഏരിയ ആയിരുന്നു അല്ലെ, എന്താണ് CPR ഒക്കെ കൊടുക്കണമെങ്കിൽ എന്താണ് അവരെന്താണ് റെസൂസിറ്റേഷൻ ഏരിയയിലേക്കായിരിക്കും മാറ്റേണ്ടത്. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്താണ് ഗുരുതരമായ അപകടങ്ങളും പരിക്കുകളൊക്കെ പറ്റിങ്ങാണ്ട് ഏതെങ്കിലും സർജറീസോ അങ്ങനെയുള്ള എന്താണ് തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് മാറ്റേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റും. അതല്ല എന്താണ് ട്രയേജ് കൊടുത്ത് എമർജൻസി ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിന് അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് ഏരിയ അതായത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടെങ്കിൽ എന്താണ് അവരെ ആ യൂണിറ്റിലേക്ക് ആ സെക്ഷനിലേക്കായിരിക്കും പറഞ്ഞയക്കുക. അതെല്ലാം മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയാസ് എന്താണ് ഏതെങ്കിലും സ്കാനിങ്ങുകളോ ടെസ്റ്റുകളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പേഷ്യന്റിനെ അങ്ങോട്ടായിരിക്കും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ട്രയേജ് കൊടുത്ത് ആ പേഷ്യന്റിന് എന്താണ് ആ പേഷ്യന്റിന്റെ സോഷ്യൽ ഡാറ്റാസ് ആൻഡ് ഫിസിക്കൽ ഡാറ്റാസ് ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് എന്താണ് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ഡോക്ടർ ചെക്കപ്പ് എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്താണ് പേഷ്യന്റിനെ ഏത് യൂണിറ്റിലേക്കാണ് റെസൂസിറ്റേഷൻ ഏരിയയിലേക്കാണോ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്കാണോ മാറ്റേണ്ടത്, അതല്ലെങ്കിൽ കൺസൾട്ടേഷൻ എന്താണ് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജിങ്സ് എന്തെങ്കിലും ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്താണ് ആ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റുന്നു. അതാണ് ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് പേഷ്യന്റിനെ കാഷ്വാലിറ്റി സെക്ഷനിലേക്ക് എമർജൻസി സെക്ഷനിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ട്രയേജ് കൊടുക്കും. എന്താണ് പേഷ്യന്റിനെ അവർക്ക് വേണ്ട എമർജൻസി കെയറിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട നീഡ്സിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പേഷ്യന്റിനെ തരംതിരിക്കും. അതിനുശേഷം അവർക്ക് ട്രയേജ് കൊടുത്തതിന് ശേഷം അവരുടെ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ എന്താണ് സോഷ്യൽ ഡാറ്റാസ് അല്ലെ പേര് ഏജ് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് ക്ലറിക്കൽ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം പേഷ്യന്റിന് ഇനീഷ്യൽ എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടർ വന്ന് എമർജൻസി സെക്ഷനിൽ ഒരു ഡോക്ടർ ഉണ്ടാവും അല്ലെ, ഒരു സ്പെഷ്യലിസ്റ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ എന്നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തതിന് ശേഷം എന്താണ് പേഷ്യന്റിനെ ഏത് യൂണിറ്റിലേക്കാണ് ഏത് സെക്ഷനിലേക്കാണ് മാറ്റേണ്ടതെന്ന് ഡോക്ടർ തീരുമാനിക്കും. എന്താണ് റെസൂസിറ്റേഷൻ ഏരിയയിലേക്കാണോ അതല്ലെങ്കിൽ അക്യൂട്ട് തീവ്രപരിചരണം സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ICUവിന്റെ അല്ലെങ്കിൽ വെന്റിലേഷന്റെ തീവ്രപരിചരണം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സെക്ഷനിലേക്കോ അതല്ലെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ മതിയെങ്കിൽ എന്താണ് അവരെ അങ്ങോട്ടേക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും സ്കാനിങ്ങുകൾ ടെസ്റ്റ് ചെയ്യണം. എന്താണ് തലക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് സ്കാനിങ് ചെയ്യണം അല്ലെ, എന്താ മുറിവ് എത്രത്തോളം ആഴത്തിലുണ്ടെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് അവരെ ഇമേജിംഗ് സെക്ഷനിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ വെയിറ്റിംഗ് ഏരിയയിലേക്കോ അവരെ മാറ്റുന്നു. Next, re-evaluation. An emergency department physician will re-evaluate patient condition after treatment and assess test result because the result may give them additional insight into the type of treatment you need. എന്താണ് പേഷ്യന്റിന് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട അല്ലെ ആ സമയത്ത് വേണ്ട മെഡിസിൻ ഒക്കെ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടില്ലേ, ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കിട്ടിയതിനു ശേഷം ഈ പേഷ്യന്റിനെ എന്ത് ചെയ്യും വീണ്ടും റീഇവാലുവേറ്റ് ചെയ്യും. ഇവരെ കണ്ടീഷൻ ഓക്കെ ആയിട്ടുണ്ടോ ബെറ്റർ ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ രണ്ടാമത് അവരെ വിലയിരുത്തും, രണ്ടാമത് ചെക്കപ്പ് ചെയ്യും. ക്ലിയർ ആയോ? എന്താണ് അവരെ ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് അവരുടെ സിറ്റുവേഷൻ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ഇപ്പൊ എന്താണ് നമുക്ക് നെഞ്ചുവേദനയായിട്ട് കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അറ്റ് എ ടൈം നമുക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ ECG എടുക്കും. പിന്നെ ഡ്രോപ്പ് ഫൈൽ ടെസ്റ്റ് ഉണ്ട്, എന്താണ് നമുക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അതുമായി ബന്ധപ്പെട്ട അറ്റാക്ക് എങ്ങാനാണോ വന്നിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് എന്താണ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഡ്രോപ്പ് ഫൈൽ അതിന് ആ ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കും.
അതിനുശേഷം അവർ ആ ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ച് അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും, ഇവരൊന്നുകൂടെ റീവാലുവേറ്റ് ചെയ്യും അല്ലെ, രണ്ടാമത് വിലയിരുത്തും. എന്താണ് ഇവർക്ക് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ആയിട്ടാണോ ബുദ്ധിമുട്ട് വന്നത്, അതല്ല സാധാരണ ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണോ വന്നതെന്നൊക്കെ രണ്ടാമത് റീവാലുവേറ്റ് ചെയ്യൂലേ നമുക്ക് റിസൾട്ട് കിട്ടിയതിനു ശേഷം. അതാണ് റീവാലുവേഷൻ. നെക്സ്റ്റ് ഡിസ്ചാർജ്. Based on treatment, patient to removed after stabilization എന്താണ്, ഒരു രോഗി ബെറ്റർ ആയി, അവര് എന്താണ് ഹെൽത്ത് സ്റ്റേബിൾ ആയി, എന്താണ് അവർക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ കൊണ്ടുവന്നിരുന്നാലും സ്റ്റേബിൾ ആയി ഓക്കെ ആയി കഴിഞ്ഞാല് പിന്നെ അവര് കാഷ്വാലിറ്റിയിൽ കിടക്കേണ്ട ആവശ്യമുണ്ടാ? എന്തെങ്കിലും അലർജിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അബ്ഡോമിനൽ പെയിൻ ആയിട്ട് വന്ന, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, എന്താണ് അതിനവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അവർ ഓക്കെ ആയി, പിന്നെ അവർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കേണ്ട ആവശ്യമുണ്ടാ? വേണ്ട. അപ്പൊ അവരെന്ത് ചെയ്യാ, ഡിസ്ചാർജ് ചെയ്യാ അല്ലെ. ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. എന്താണ്, അവർ സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് അവരെ കാഷ്വാലിറ്റിന്ന് റിമൂവ് ചെയ്യുക, മാറ്റുക. All patients receive return home care instructions to follow when discharged. Referral can be made based on facilities of hospital and patient condition if needed. എന്താണ് പേഷ്യൻസിന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും, അവര് ഹെൽത്ത് ഓക്കെ ആയി സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് വീട്ടിൽ ചെന്നാല് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് എന്താണ്, നിർദ്ദേശങ്ങളില് എഴുതിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. എന്താണ്, ഫുഡ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കും. റെഫറൽ ക്യാൻ ബി മെയ്ഡ് based on facilities of hospital and patient condition if needed. എന്താണ്, പേഷ്യന്റിനെ വീണ്ടും എന്തെങ്കിലും റെഫറൽ എന്തെങ്കിലും വേറെ ഡോക്ടറിനെ കാണാൻ, ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോ എന്തായാലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്ക് എന്താണ് ന്യൂറോനെ കാണണം, അതല്ലെങ്കിൽ എങ്ങനെ കാർഡിയാക് ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഇന്ന ദിവസം വന്ന് അവരെ കാണുക, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ വന്ന് അവരെ കാണാൻ പറഞ്ഞിട്ട് റെഫറൽ കൊടുക്കും. ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ്. എന്താണ്, ബേസ് ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ എന്താണ് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്യൂലേ. എന്താണ് പേഷ്യന്റിനെ കൊണ്ടുവന്ന ഹോസ്പിറ്റല് കാർഡിയാക് ഡോക്ടറിലേക്ക് എന്താണ് ഇവർക്ക് വേറെ ഹോസ്പിറ്റലിലേക്കായിരിക്കില്ല റെഫർ കൊടുക്കുന്നത്. ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഇഫ് നീഡഡ്. എന്താണ്, പേഷ്യന്റിന് ആവശ്യമെങ്കിൽ മാത്രം റെഫറൽ കൊടുക്കുക. അതല്ല അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ്, അപ്പൊ അവർക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്താണ് അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കും. ക്ലിയർ ആയോ? പേഷ്യന്റിന് ആവശ്യമെങ്കിൽ മാത്രം ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിനെ സൗകര്യത്തെ ബേസ് ചെയ്ത് കാണേണ്ട എന്താണ് റെഫറൽ കൊടുക്കുക. മറ്റുള്ള ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ റെഫറൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എഴുതി കൊടുക്കുക. പേഷ്യന്റിന്റെ ഫ്ലോ എങ്ങനെയാണ്, ആദ്യം ട്രയേജ് കൊടുക്കുക. എന്താണ്, കാഷ്വാലിറ്റിയിൽ കൊണ്ട് ചെല്ലുന്ന സമയത്ത് തന്നെ കാഷ്വാലിറ്റിയിൽ കേൾക്കണം, അവിടെ തന്നെയാണ് ട്രയേജ് സെക്ഷൻ. ചെല്ലുമ്പോ കാഷ്വാലിറ്റിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രയേജിലാണ് കൊടുക്കുന്ന ഏരിയ. അപ്പൊ എന്താ, അവിടെ പേഷ്യന്റിനെ സോർട്ട് ചെയ്യാണ്, അവർക്ക് അവര് ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ച് ഏത് കെയർ ആണോ വേണ്ടത് അതിന് അടിസ്ഥാനത്തില് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തില് പേഷ്യന്റിനെ തരംതിരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, അതിനവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം റിസപ്ഷൻ എന്താണ്, ക്ലറിക്കൽ സ്റ്റാഫ് വന്നു കാണത്തില്ലേ, അവരെ ഡീറ്റെയിൽസ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണ്, പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് ട്രയേജ് കൊടുത്ത് എമർജൻസി ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ ഏത് ഏരിയയിലേക്കാണ് എന്താണ് പുനരുജ്ജീവനം എന്തെങ്കിലും CPR കൊടുക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവരികയാണ് ഒരു പേഷ്യന്റ്. അപ്പൊ എന്താണ് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ടുള്ള ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ അതാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റെസസിറ്റേഷൻ ഏരിയയിലേക്ക്, അതല്ല അക്യൂട്ട് തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് ആ പേഷ്യന്റിനെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ ഏതെങ്കിലും ഡോക്ടറിനെ കാണേണ്ടതുണ്ടെങ്കിൽ അവരെന്താണ് അങ്ങോട്ട് കാണിക്കും. അതല്ല എന്തെങ്കിലും
ടെസ്റ്റുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് സെക്ഷനിലേക്കൊക്കെ ആ പേഷ്യന്റിനെ മാറ്റുന്നു. അത് കഴിഞ്ഞ് റീവാലുവേഷൻ എന്താണ് പേഷ്യന്റിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടിയതിനു ശേഷം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ആരോഗ്യയെ ആ പേഷ്യന്റിനെ എന്താണ് ഒന്നും കൂടി റീവാലുവേറ്റ് ചെയ്യും, രണ്ടാമത് ചെക്കപ്പ് ചെയ്യും. നെക്സ്റ്റ് ഡിസ്ചാർജ് എന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി ഓക്കെ നോർമൽ ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പേഷ്യന്റിനെ കാഷ്വാലിറ്റിന്ന് റിമൂവ് ചെയ്യുക, കാഷ്വാലിറ്റിന്ന് പറഞ്ഞയക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും പേഷ്യന്റിന് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് വീട്ടിൽ ചെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു എഴുതിയ നിർദ്ദേശങ്ങൾ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. കൂടാതെ അവർക്ക് ഏതെങ്കിലും എന്താണ് റെഫറൽ ഏതെങ്കിലും പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടെങ്കിലോ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിലോ അതിന്റെ റെഫറല് കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? പേഷ്യന്റ് ഫ്ലോ ക്ലിയർ ആയോ? എന്താണെന്ന് പറയാത്തെ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എമർജൻസി വർക്ക് ഫോഴ്സ് എന്താണ്? ഒരു സെക്ഷനിൽ ഒരു ഓഫീസിൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളില് ജോലി ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ എന്താ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ഫസ്റ്റ് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഏതാണ്? ഫിസിഷ്യന് അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. എന്താണ്? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എന്താണ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസില് എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന ആളുകളായിരിക്കും. എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയോ അതല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ട്രോമാസ് അല്ലെ അതല്ലെങ്കിൽ എന്താണ് സൂയിസൈഡിങ് അറ്റംപ്റ്റ് ഒക്കെ സംഭവിച്ചു കൊണ്ടുവരുന്ന എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ എന്താ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകള് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ സ്കിൽഡ് ഒക്കെ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഓഫീസർ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. നെക്സ്റ്റ് കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. എന്താണ്? കൺസൾട്ടന്റ് അല്ലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കൂടാണ്ട് കൺസൾട്ടൻസ് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. RN വിത്ത് ട്രെയിനഡ് EMT അൾട്രാ ഏജ് സെക്ഷൻ. RN എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് നഴ്സ്. RN രജിസ്റ്റേർഡ് നഴ്സ്. EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ രജിസ്റ്റേർഡ് നഴ്സ് ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ആവശ്യമായ കുറെ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മുടെ പൾസ് നോക്കാനായിട്ട് അല്ലെ, കാർഡിയാക് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? എന്താണ്? ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എമർജൻസി സെക്ഷനിലെ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്കിൽഡ് നഴ്സിംഗ് ടീം. എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള എമർജൻസി സെക്ഷനില് സ്കിൽഡ് ആയിട്ടുള്ള നല്ല ട്രെയിനിങ് ലഭിച്ച നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എന്താ പുതിയൊരു സ്റ്റാഫാണ് ഇപ്പൊ പഠിച്ചിറങ്ങി എന്നിട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞ നഴ്സുമാര് എമർജൻസി സെക്ഷനിൽ പോയി വർക്ക് ചെയ്യാന്ന് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് പറ്റുമോ? പുതുതായിട്ട് ജോലിക്ക് കയറുന്ന നഴ്സുമാര് ഇല്ല അല്ലെ, അവർക്ക് പേടിയാവും. എന്താണ്? ഏതെങ്കിലും ഭയങ്കരമായ ആക്സിഡന്റുകൾ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനൊക്കെ അവർക്ക് അപ്പൊ തന്നെ എന്ത് കൊടുക്കണം അല്ലെ, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ എന്താണ് അവർക്കൊരു വ്യക്തത ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സുമാരാണെങ്കിൽ എന്താണ്
അവർക്ക് മനസ്സിലാവും മറ്റേ ടൈം ആരോഗ്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, എന്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പൊ എന്താ, അങ്ങനെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഉപാധികളാണോ സ്വീകരിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്താണ്, ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ ആണ്. അപ്പൊ എന്താ, ലാബിൽ വർക്ക് ചെയ്യുന്നവരില് പിന്നെന്താ, എക്സ്റേ, ECG സെക്ഷനില്, സ്കാനിങ് സെക്ഷനില് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരാണ്, ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ആണ്. ക്ലിയർ ആയോ അത്? പിന്നെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്, പേഷ്യന്റിന്റെ കെയർ കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാര് കൂടാണ്. ഈ വരുന്ന പേഷ്യൻസിന്റെ BP നോക്കാൻ, പ്രഷർ എന്താണ്, അവരുടെ ടെമ്പറേച്ചർ നോക്കാൻ, പൾസ് നോക്കാനൊക്കെ അല്ലേ ചെറിയ ചെറിയ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ പേഷ്യന്റിന്റെ കെയർ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളും എക്സിക്യൂട്ടീവ്സും. ക്ലിയർ ആയോ? ഇവര് ഫയലുകൾ, അവരെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ്. ക്ലിയർ ആയോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സുകള്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്താണ് പറഞ്ഞുതരാം. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്താണ്, കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർ ആൾ എങ്ങനെയുള്ള ആളായിരിക്കും, ട്രെയിനഡ് ആയിട്ടുള്ള ആള്, സ്കിൽഡ് ആയിട്ടുള്ള, എന്താണ്, ഒരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്ക് മനസ്സിലാവും എന്താണ് ആ പേഷ്യന്റിന് എന്ത് കെയർ ആണ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാവും. പിന്നെ കൺസൾട്ടന്റ് ഉണ്ടാവും, വേറെ ഡോക്ടേഴ്സും ഉണ്ടാവും. പിന്നെ RN ട്രെയിനഡ് EMT അറ്റ് ട്രയേജ് സെക്ഷൻ, എന്താണ് ട്രയേജ് സെക്ഷനില് രജിസ്റ്റേർഡ് നഴ്സും EMT ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവൂല്ലേ, ടെക്നിക്കൽ പരമായി പേഷ്യന്റിന്റെ കാർഡിയാക് മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൾസ് നോക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ പരമായ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടാവും. സ്കിൽഡ് നഴ്സിംഗ് ടീം എന്താണ്, സ്കിൽഡ് ആയിട്ടുള്ള ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കെയർ കൊടുക്കണം, എന്താണ് ഒരു ഡോക്ടർ പറയുന്നതിന് മുമ്പ് അല്ലെ, അല്ലെങ്കിൽ ഡോക്ടർ വിചാരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുക്കുന്നതിന് ആവശ്യമായാൽ ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, ഡോക്ടർ പറയുമ്പോഴേക്കും അതെടുത്തു കൊടുക്കാനൊക്കെ അല്ലെ ട്രെയിനഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ എന്താണ്, ഒരു പേഷ്യന്റിന്റെ അത് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപാധികളാണ്, ഇപ്പൊ സ്കാനിങ് ചെയ്യുക, എക്സ്റേ എടുക്കുക, ECG എടുക്കുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ആണ്. പിന്നെ എന്താ, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റിന്റെ കെയറില്, പേഷ്യന്റ് പരിചരണത്തില് പിന്നെ ടെമ്പറേച്ചർ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ കയറ്റോ, ബൈസ്റ്റാൻഡിനെ ആരെങ്കിലും കയറ്റോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കയറ്റോ? ഇല്ല, അവര് തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്താ, ഈ പേഷ്യന്റിന്റെ ഡ്രസ് ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ എന്താണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അപ്പൊ അവർക്ക് എന്താ പാത്രം വെച്ച് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ രോഗി പരിചരണത്തിൽ അസിസ്റ്റന്റ് ചെയ്യുന്ന എല്ലാ ആളുകളാണ് പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ക്ലിയർ ആയോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെയായിരിക്കും? ലാസ്റ്റ് പോയിന്റ്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് രോഗി പരിചരണത്തില് സഹായിക്കുന്ന ആളുകൾ, ഈ ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സുമാരെല്ലാം കൂടാതെ എന്താണ് നമ്മുടെ BP നോക്കാൻ വരുന്ന ആളുകള്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ നോക്കാൻ വരുന്ന അത്രയും സ്കിൽഡ് അല്ലാത്ത ആളുകളുണ്ടാവും. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ എന്താണ് ഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് പേഷ്യന്റ് കെയർ
അസിസ്റ്റന്റ്. പിന്നെ കൂടാതെ എന്താണ് പേഷ്യന്റിന്റെ ക്ലിനിക്കൽ റെക്കോർഡുകൾ അല്ലെ, റെക്കോർഡുകൾ ഫയലില് ഡീറ്റെയിൽസ് എഴുതാനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആരാ? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? RMP ട്രെയിനഡ് EMT അറ്റ് ട്രയേജ് സെക്ഷൻ. RM എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് നഴ്സ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടാവും. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമർജൻസി സെക്ഷനിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എന്താണ്? കാർഡിയാക് മോണിറ്ററൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും അക്യൂട്ട് ആയിട്ടുള്ള തീവ്രപരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ടെക്നിക്കൽ പരമായ എക്യുപ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ. ക്ലിയർ ആയോ? ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആരായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ളത് ആരായിരിക്കും? ഇത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരായിരിക്കും? ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കും അല്ലെ. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക ആണോ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിസപ്ഷനില്. പിന്നെ എന്താണ്? രജിസ്ട്രേഷൻ സെക്ഷനില്, അഡ്മിഷൻ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ എന്താണ്? പേഷ്യന്റിന്റെ അഡ്മിഷൻ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ പേഷ്യന്റിന്റെ ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് എടുക്കുന്ന ആളുകളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ. നോക്കാം ആരൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. ആരൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് എന്താണ്? വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ, മെഡിക്കൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ, എന്താണ്? പുതിയത് റിട്രീവ് ചെയ്യാനോ അതല്ലെങ്കിൽ പഴയത് റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ടോക്കൺ നമ്പർ എടുക്കാന്, അതിനൊക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടാവും. രജിസ്ട്രേഷൻ ക്ലർക്ക് ആയിട്ട് അഡ്മിഷൻ ക്ലർക്ക്. എന്താണ്? പുതിയ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെ, നമ്മ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റും, കണ്ടിട്ടുണ്ടോ? പുതിയ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താണ്? കൗണ്ടർ നമ്പർ 1ലേക്ക് പോവാ, അല്ലെങ്കിൽ എന്താണ്? പഴയത് തന്നെ, പഴയ ഫയലാണ് നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് വേറെ കൗണ്ടറിലേക്ക്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ എന്താണ്? രജിസ്ട്രേഷൻ ക്ലർക്ക് ഉണ്ടാവും. പിന്നെ അഡ്മിഷൻ ക്ലർക്ക്. അഡ്മിഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേറൊരു സെക്ഷൻ ആയിരിക്കും അല്ലെ. അഡ്മിഷൻ സെക്ഷനിലേക്ക് ചെല്ലാൻ പറയും നമ്മുടെ അടുത്ത് അല്ലെ. അപ്പൊ എന്താവരായിരിക്കും? നമുക്ക് ബില്ലും കാര്യങ്ങളും അല്ലെ. നമ്മൊരു അഡ്മിഷൻ ആക്കുന്ന സമയത്ത് ഒരു പൈസ അല്ലെ, ഫസ്റ്റ് ഒരു പൈസ അടക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിരുന്നു ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ അവിടെ അടക്കേണ്ടി വരും എന്നൊക്കെ. ഓർമ്മയില്ല? ഔട്ട് പേഷ്യന്റ് ഇൻ പേഷ്യന്റ് എടുത്തപ്പ മറന്നുപോയാ? എന്താ അതൊന്നും പറയാത്തെ? ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ അവിടെ അടയ്ക്കേണ്ടത് എന്താണ്? ഫൈനൽ ബില്ലിന് ആ പൈസ ലെസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ ചെയ്തു തരുന്ന ആരായി? അഡ്മിഷൻ സെക്ഷനിലെ ക്ലർക്ക് ആയിരിക്കും നമുക്ക് ആ ഇനീഷ്യൽ പേയ്മെന്റ് ഒക്കെ അടിച്ചു തരുന്നത്. ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകള്, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. ഓരോ ചാപ്റ്റർ കണക്ട് ചെയ്താണ് വരുന്നത്. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇടണ്ട, കൂടെ കൂട്ടിക്കോട്ടെ അതിനെ ആ ചാപ്റ്ററും. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇതിപ്പോ ക്ലിയർ ആയില്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വരുന്നുണ്ട്, കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് വരുന്നുണ്ട്, രജിസ്ട്രേർഡ് നേഴ്സ്, പിന്നെ ആരാണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്, പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? പേഷ്യന്റ് കെയറിലെ രോഗി പരിചരണം കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കുകൾ ഉണ്ടായിരിക്കും. ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. നെക്സ്റ്റ് എടുക്കാലോ മിസ്? എടുത്തോട്ടെ. നെക്സ്റ്റ് റെക്കോർഡ്സുകള്. നെക്സ്റ്റ് റെക്കോർഡ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഏതൊക്കെ തരം റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നത്?
ഫസ്റ്റ് പേഷ്യൻസ് റെക്കോർഡ് എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അവരുടെ പേര് വിവരങ്ങള് ഏജ് സെക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയത് പിന്നെ എന്താ സുഖം കൊണ്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പേഷ്യൻസ് റെക്കോർഡ് പിന്നെ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്താണ് കാഷ്വാലിറ്റിയില കൊണ്ടുവന്നിട്ട് മരണപ്പെട്ടതുണ്ടെങ്കിൽ ആരെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കൊണ്ടെങ്കിലും മേജർ ആക്സിഡന്റുകളൊക്കെ പറ്റി കൊണ്ടുവന്നിട്ട് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽസ് എഴുതിയ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്താണ് കാഷ്വാലിറ്റിയിൽ വെച്ച് മരണം സംഭവിച്ച ആളുകളുടെ വിവരങ്ങൾ എഴുതിയ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് എന്താണ് പേഷ്യന്റിന് ഒബ്സർവേഷൻ ചെയ്തത് നിരീക്ഷിച്ചിട്ട് കണ്ടുപിടിച്ചത് കൂടാതെ അവർക്ക് ഫോളോ അപ്പ് കൊടുത്ത് എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ കാണണം അതല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഫോളോ അപ്പ് ചെയ്യണം വീണ്ടും അത് ഡോക്ടർ കാണേണ്ടതുണ്ടെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് എഴുതിയ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡുകള് പിന്നെ റെഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് വേറെ ഏതെങ്കിലും ഡോക്ടർക്ക് അല്ലെ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് റെഫറൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ റെഫറൽ റെക്കോർഡുകള് ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഒരു പേഷ്യന്റ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതിയ ട്രീറ്റ്മെന്റ് റെക്കോർഡുകള് മൈനർ OT റെക്കോർഡ്സുകള് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് ചെറിയ രീതിയിലുള്ള അല്ലെ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ഏത് ഓപ്പറേഷൻ ആണ് കൊടുത്തത് ഏത് പേഷ്യന്റിനാണ് കൊടുത്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ മൈനർ OT റെക്കോർഡ്സ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്താണ് ഇൻസിഡന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളെ പറ്റി കൊണ്ടുവരൂലേ അങ്ങനെയുള്ള ഇപ്പൊ ആക്സിഡന്റ് ആണോ അതല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ അതല്ലെങ്കിൽ എന്താണ് തല്ലുപിടുത്തങ്ങളാണോ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ എന്ത് ഇൻസിഡന്റ് ആണ് സംഭവിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് എഴുതുന്നതിനുള്ള ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോമുകളും അതിനുള്ള രജിസ്റ്ററും പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് എന്താണ് കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്ന സ്റ്റാഫുകൾ നമ്മൾ പറഞ്ഞാൽ എന്താണ് CMO ഉണ്ട് പിന്നെ രജിസ്റ്റേർഡ് നഴ്സുമാരുണ്ട് കൺസൾട്ടൻസ് ഉണ്ട് EMT ടെക്നീഷ്യൻസ് ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്ന അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് എക്സെട്ര എന്താണ് ഡ്യൂട്ടിയിലുള്ള അറ്റ് എ ടൈം കാഷ്വാലിറ്റിയിൽ ഏത് ഡോക്ടർ ആണോ ഡ്യൂട്ടിയിലുള്ളത് അല്ലെങ്കിൽ ഏത് സ്പെഷ്യലിസ്റ്റ് ആണോ ഡ്യൂട്ടിയിലുള്ളത് അവരെ വിവരങ്ങൾ എഴുതി ചേർക്കുന്ന രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് എക്സെട്ര ഓൾ ഡോക്യുമെന്റ്സ് എന്താണ് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് എന്തൊക്കെയാണ് അഡ്മിഷൻ കാർഡ് ഉണ്ട് അല്ലെ ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ കാർഡ് കേസ് ഷീറ്റ് ഉണ്ടാവും ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലല്ലേ എന്താണ് അവിടെയുള്ള ഒരു നേഴ്സ് വന്ന് കാണിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു ഫോം പോലത്തെ എന്താണ് കേസ് ഷീറ്റ് അവരെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കും അതാണ് കേസ് ഷീറ്റ് ഡ്രഗ് ചാർട്ടുകൾ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ മരുന്നുകളാണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളത് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഡ്രഗ് ചാർട്ടുകൾ മെഡിസിൻ എന്താണ് എമർജൻസി മെഡിസിൻസ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി സെക്ഷനിൽ ഇപ്പൊ എന്താണ് ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് അതല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവരുന്ന പേഷ്യൻസ് എന്താണ് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട മെഡിസിൻസുകൾ ഉണ്ട് കാഷ്വാലിറ്റി സെക്ഷനിൽ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന ഡെത്ത് ചാർട്ടുകള് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് എന്താണ് ആരെങ്കിലും കാഷ്വാലിറ്റിയിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസുകള് MLC record with all diagnostic and investigation result and kept under lock and key under CMO casualty എന്താണ് MLC റെക്കോർഡുകള് മെഡിക്കോ ലീഗൽ റെക്കോർഡുകള് മെഡിക്കോ ലീഗൽ കേസ് ഇത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടോ മെഡിക്കോ ലീഗൽ കേസസ് പറഞ്ഞു തന്നിട്ടുണ്ടോ MLC
പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. MLC കേസുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. MLC എന്ന് പറഞ്ഞാൽ എന്താ? പോലീസിന്റെ അറിവിലേക്കായിട്ട് നമുക്ക് കൊടുക്കുന്ന കേസുകൾ എന്തൊക്കെയാണ്? റേപ്പ് അറ്റംപ്റ്റുകള്, സൂയിസൈഡ് അറ്റംപ്റ്റുകള്, എന്താണ് സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും അപകടങ്ങളെ പറ്റി കൊണ്ടുവരുന്ന കേസുകള്, പിന്നെന്താണ് ആക്സിഡന്റ് കേസുകളൊക്കെ എന്താണ്? MLC കേസുകളാണ് അല്ലെ. നമ്മൾ പോലീസിന്റെ അറിവിലേക്കായിട്ട് അല്ലെ, പോലീസിന് ഇൻഫോം ചെയ്യുന്ന കേസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതിയ റെക്കോർഡുകൾ ആരെയാണ്? കാഷ്വാലിറ്റിയില് CMOന്റെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറിൽ ലോക്ക് ചെയ്ത് അവരായിരിക്കും സൂക്ഷിക്കുന്നത് MLC കേസുകളൊക്കെ. Medical legal cases like accident and trauma, assault, rape, poisoning, unconscious, brought dead should be stamped as MLC. എന്തൊക്കെയാണ് MLC എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത്? എന്താണ്? ട്രോമ, ആഘാതങ്ങൾ സംഭവിക്കുക, ആക്സിഡന്റ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക. അസോൾട്ട്, എന്താണ് അസോൾട്ട് എന്ന് പറഞ്ഞാൽ? കയ്യേറ്റം നടത്തുക, അടിപിടി കേസുകളൊക്കെ ഇല്ലേ? അസോൾട്ട്, റേപ്പ് അറ്റംപ്റ്റ്, പിന്നെ എന്താണ്? പോയിസണിങ്, വിഷാംശം ഉള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പോയിസണിങ്. അൺകോൺഷ്യസ് ബ്രോട്ട് ഡെഡ്, എന്താണ്? നമുക്ക് ബോധമില്ലാണ്ട് കൊണ്ടുവരികയാണ് ഒരു പേഷ്യന്റ്, എന്നിട്ട് എന്താ? അവർക്ക് മരണം സംഭവിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഡോക്ടർക്ക് അറിയാൻ പറ്റൂല അല്ലെ, അവർക്ക് എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല അല്ലെ. എന്തുകൊണ്ടാണ് അവർക്ക് ബോധം പോയത്? എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും അടിയേറ്റിട്ടാണോ, അതല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടാണോ അവരെ ബോധം പോയതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അവരുടെ ആ കേസുകളൊക്കെ MLC കേസുകളൊക്കെ ആയി സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാല് നമ്മ പോലീസിന്റെ അറിവിലേക്കായി കൊടുത്തിരിക്കുന്ന കേസുകളൊക്കെ. ഇപ്പൊ MLC കേസുകളൊക്കെ എന്താണ്? പോലീസ് ഇന്റിമേഷൻ കേസുകളാണല്ലേ. അങ്ങനെയുള്ള കേസുകളൊക്കെ ഓരോന്നിന്റെ എന്ത് കാരണം കൊണ്ടാണ്, എന്ത് ഇൻസിഡന്റ് ആണ് ഉണ്ടായത്, ആ പേഷ്യന്റിന്റെ പേര് എന്താണ്, അവരുടെ സ്ഥലം എന്താണ്, എന്നാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയ പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ക്ലിയർ ആയോ? പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ പേഷ്യന്റിന്റെ റെക്കോർഡ്. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്നാണ്? കാഷ്വാലിറ്റിയിൽ വെച്ച് മരണം സംഭവിച്ചിട്ടുള്ള ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡുകൾ, എന്താണ്? ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ ഒബ്സർവേഷൻ ചെയ്തതും, പിന്നെ എന്താണ് ഫോളോ അപ്പ്, എന്താണ്? ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അവർ വന്ന് കാണേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് കേസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. റെഫറൽ റെക്കോർഡ്, എന്താണ്? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അസോൾട്ട് എന്ന് പറഞ്ഞാൽ കയ്യേറ്റം നടത്തുക. അടിപിടി കേസുകളൊക്കെ ഇല്ലേ? വാക്തർക്കങ്ങളൊക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങൾ നടത്തി തല്ലോടില്ലേ? അതാണ് അസോൾട്ട്. അപ്പൊ എന്താണ്? റെഫറല് വേറെ ഏതെങ്കിലും ഡോക്ടറിനെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ റെഫറൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മിസ് പറഞ്ഞുതരാട്ടെ. ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഒന്നുകൂടി. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, എന്താണ്? ഒരു പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ മൈനർ ഒക്കെ, എന്താണ്? മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയത്. പിന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട്സ് ഫോം ആൻഡ് രജിസ്റ്റർ, എന്താണ്? ഇൻസിഡന്റുകൾ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? റേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ. ഇൻസിഡന്റ് എന്താണോ ഇൻസിഡന്റ് സംഭവിച്ചത് അതിന്റെ ഡീറ്റെയിൽസ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോമും രജിസ്റ്റർ. പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറി, എന്താണ്? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സിന്റെ, EMT ടെക്നീഷ്യന്റെ, ഡയഗ്നോസ്റ്റിക് സ്റ്റാഫുകളുടെ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ. പിന്നെ ഡ്യൂട്ടി ഡോക്ടേഴ്സിന്റെ, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ ഒക്കെ രജിസ്റ്റർ ബുക്ക്. പിന്നെ ഓൾ ഡോക്യുമെന്റ്സ്, അതിൽ എന്തൊക്കെ പെടും? അഡ്മിഷൻ കാർഡിൽ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയെങ്കിൽ അഡ്മിഷൻ കാർഡ്. കേസ് ഷീറ്റ്, എന്താണ്? പേഷ്യന്റിന്റെ കേസ്, അവര് കാര്യങ്ങള്, രോഗി ചരിത്രം അല്ലെ. ഒരു പേഷ്യന്റിന് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ തന്നെ കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മളോട് എന്തൊക്കെ ചോദിക്കും? ഇവർക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ അല്ലെ?
ഇവരെന്തെങ്കിലും മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന പേഷ്യന്റ് ആണോ, ആ രോഗിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളോടത്ത് ചോദിച്ച് മനസ്സിലാക്കും. എന്താണ് രോഗിക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിച്ചാല് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിക്കില്ലേ, എന്ത് പറ്റിയതാണെന്നൊക്കെ രോഗി ചരിത്രം അല്ലെ. അപ്പൊ അത് അവരെന്ത് ചെയ്യും, നമ്മ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ അവരത് റെക്കോർഡ് ചെയ്യില്ല, എഴുതും. അങ്ങനെയുള്ള കേസ് ഷീറ്റുകൾ എഴുതാനുള്ള കേസ് ഷീറ്റുകൾ ഉണ്ടാവും. ഡ്രഗ് ചാർട്ട്, എന്താണ് മെഡിസിൻസുകൾ അല്ലെ, എമർജൻസി സെക്ഷനിൽ എന്താണ് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗുകൾ ഉണ്ടാവും, മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയ ഡ്രഗ് ചാർട്ടുകള്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്, എന്താണ് രജിസ്റ്റർ ചെയ്യാനായിട്ടില്ല ഡെത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്, MLC recorded with all diagnostic and investigation result can kept under lock and key under CMO casualty. MLC record എന്ന് മെഡിക്കോ ലീഗൽ കേസസ്, മെഡിക്കോ ലീഗൽ കേസസ് എന്താ മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞാല് ആക്സിഡന്റുകൾ, ട്രോമ, അസോൾട്ട്, റേപ്പ്, പോയിസണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവര് റിപ്പോർട്ട് ചെയ്തിട്ട് അത് എന്ത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടില് എന്താ ആ പേഷ്യന്റിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കുക. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ആ പേഷ്യന്റിന് എന്താണ് സംഭവിച്ചത്. ഇപ്പൊ അത് എന്താണ് ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്. എന്താണ് തലക്കാണ് പരിക്കേറ്റത്, അല്ലെങ്കിൽ നെഞ്ചിന് അല്ലെങ്കിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യും, CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്തെയും ലോക്ക് ചെയ്ത് ആ ഓഫീസറുടെ അണ്ടറിലായിരിക്കും MLC റെക്കോർഡുകൾ സൂക്ഷിക്കുക. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസോൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോട്ട് ഡെഡ് should be stamped as MLC. എന്താണ് മെഡിക്കോ ലീഗൽ കേസുകൾ, ആക്സിഡന്റ്, ആഘാതങ്ങൾ പറ്റി, റേപ്പ് അറ്റംപ്റ്റുകള്, സൂയിസൈഡിന്, പോയിസണിന്, പിന്നെന്താണ് അൺകോൺഷ്യസ് ബോധമില്ലാണ്ട് കൊണ്ടുവന്ന് മരണപ്പെടുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് അവര് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാല് പോലീസിന്റെ അറിവിലേക്കായി നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസില് എല്ലാ കേസുകളും എന്ത് ചെയ്യും, പോലീസ് ഇന്റിമേഷൻ ബുക്കില് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇന്ന തീയതി ഇന്ന പേഷ്യന്റ് ഇന്ന കാരണം കൊണ്ട് കൊണ്ടുവന്നിട്ട് എന്താണ് പോലീസിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇന്റിമേഷൻ ബുക്കിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. അപ്പൊ വീണ്ടും അതെന്തെങ്കിലും കേസാവേ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട്, എന്താ ആ പോലീസ് ഇന്റിമേഷൻ. പിന്നെന്താണ് ആ സമയത്ത് ഏത് ഡോക്ടറാണോ ആ കേസ് വന്നപ്പോ അല്ലെ ഇപ്പൊ ഒരു റേപ്പ് കേസാണ് കൊണ്ടുവന്നത്, ആ കേസ് അറ്റൻഡ് ചെയ്തത് ഏത് ഡോക്ടറാണോ അപ്പൊ ആ ഡോക്ടർ ഡീറ്റെയിൽസ് ഒക്കെ എഴുതും. അപ്പൊ എന്താ പിന്നീട് ആ കേസുകള് എന്തെങ്കിലും പോലീസിന് അതിനെ കുറിച്ച് ഇൻഫർമേഷനോ എന്തെങ്കിലും കേസ് ആവുകയോ ചെയ്യണമെങ്കിൽ എന്താണ് ഈ റെക്കോർഡില് ഈ പോലീസ് ഇന്റിമേഷൻ ബുക്ക് എടുത്തു കഴിഞ്ഞാല് അവർക്ക് അതിന് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കില്ലേ, സാധിക്കോ സാധിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് അതിന് പ്രൂഫ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക് അവര് തയ്യാറാക്കുന്നത്. അവർക്ക് എന്തായാലും എളുപ്പത്തില് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? റെക്കോർഡ്സുകള് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റെക്കോർഡ്സുകളില്? CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, MLC മെഡിക്കോ ലീഗൽ കേസസ്. വായിച്ചു നോക്കിയൊന്ന് റെക്കോർഡ്സുകള്.
ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിലെ അണ്ടറിൽ അവരായിരിക്കും ആ കേസുകൾ, മെഡിക്കോ ലീഗൽ കേസിന്റെ റെക്കോർഡുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് functions of the accident and emergency services which are എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സെക്ഷനിലെ സർവീസുകൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? To provide immediate and correct life saving medical care എന്താണ് കൊണ്ടുവരുന്ന പേഷ്യൻസിന് അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ഒരു ടൈമും ലാഭേരിയല്ലാതെ ഒരു ടൈമും കളയാതെ അവർക്ക് പെട്ടെന്ന് തന്നെ അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ കൊടുക്കുക എന്നാണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. To liaise with the courts and police in medico legal cases whenever required എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളിൽ MLC കേസുകളിൽ പോലീസിന് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ആ പേഷ്യന്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, അവരെ കുറിച്ച് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വന്നത് അല്ലെ, എന്ത് കാരണം കൊണ്ടാണ് അവിടെ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള എന്തെങ്കിലും കോർട്ടിനോ കോടതിക്കോ പോലീസിനോ ഈ മെഡിക്കൽ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ അവരുമായി ഒരു ബന്ധം ലയാസ് എന്ന് പറഞ്ഞാൽ ബന്ധം, അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. To provide ambulance service for pre-hospital care and transportation of patients to and from the hospitals എന്നാണ് പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്താണ് പെട്ടെന്ന് തന്നെ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യന്റിന്റെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. പറഞ്ഞുതരാം, മെഡിക്കൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞുതരാം കേട്ടോ. To fulfill the role of information and communication center especially during ഡിസാസ്റ്റേഴ്സ് എന്താണ് എന്തെങ്കിലും ദുരന്തങ്ങൾ അല്ലെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ആളുകൾ ജനങ്ങൾക്ക് എന്താണ് അതിനുള്ള ഇൻഫർമേഷൻസ് അല്ലെ വിവരങ്ങൾ കൈമാറുന്നതിനും അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ കൂടെ ആശയവിനിമയം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു റോള് എന്താണ് ഇപ്പൊ നമുക്ക് വയനാട് ദുരന്തം സംഭവിച്ച് അപ്പൊ എന്താണ് അവിടെയുള്ള ആളുകളെ സേവ് ചെയ്യാൻ അല്ലെ അപകടം പറ്റിയവർക്ക് അല്ലെ അതല്ലെങ്കിൽ അവിടെ വന്ന് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ട മുൻകരുതലുകൾ കൊടുക്കില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു റോളായിട്ട് പ്രവർത്തിക്കുക, ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക. കാഷ്വാലിറ്റി സെക്ഷൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് രോഗികളെ കുറിച്ച് എന്താണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന രോഗികളെ കുറിച്ച് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കേണ്ടത്, അപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ് അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ, എഡ്യൂക്കേഷൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഉറവിടമായി പ്രവർത്തിക്കുക. എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് രോഗി പരിചരണത്തിൽ അല്ലെ കാഷ്വാലിറ്റി സെക്ഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനുള്ള രോഗി പരിചരണത്തില് അതല്ല അവർക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടത് അതിനെ കുറിച്ച് അതല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി എന്താണ് ഈ മെഡിക്കൽ സ്റ്റാഫുകളെ സഹായിക്കുക. ഫസ്റ്റ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ എന്നാണ് കാഷ്വാലിറ്റി സെക്ഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള
ജീവൻ രക്ഷ കെയർ, എന്താണ് അവരെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള കെയറും, പിന്നെന്താണ് അവര് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർക്ക് അല്ലെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതല്ല ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വൈകി കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് മരണം തന്നെ സംഭവിക്കാം അല്ലെ. അപ്പൊ ഒരു ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് എന്താണ് ഒരു ടൈമും കളയാതെ, ഒരു ടൈമും വേസ്റ്റ് ആക്കി കളയാതെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ജീവൻ രക്ഷിക്കുന്നതിനുള്ള കെയർ കൊടുക്കുക, മെഡിക്കൽ കെയർ കൊടുക്കുക. ഇപ്പൊ ചില കേസുകളില് വല്ല ആക്സിഡന്റ് കേസുകളില് കൊണ്ട് ചെല്ലുമ്പോ പറയും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്താണ് നമുക്ക് ആ രോഗിയെ രക്ഷിക്കാമായിരുന്നു എന്ന് പറയും അല്ലെ. കേട്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ പറയുന്നത്? കേട്ടിട്ടുണ്ടോ? എന്താണ് ആരൊന്നും പറയാതെ? കേട്ടിട്ടുണ്ട് പോവാ അല്ലെ. എന്താണ് അവർക്ക് ഇമ്മീഡിയറ്റ് കേട്ടിട്ടില്ല സിനിമകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ കേൾക്കാം, ജീവിതത്തിൽ തന്നെ നമ്മൾ കേട്ടില്ല ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അവനെ രക്ഷിക്കാമായിരുന്നു. അപ്പൊ എന്താ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതല്ലെങ്കിൽ എന്താണ് ചിലപ്പോ അവരെ മരണം തന്നെ സംഭവിക്കാം. അതൊന്നും ഇല്ലാതിരിക്കാൻ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവരെന്താണ് ജീവൻ രക്ഷിക്കുന്നതിനുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് എന്താണ് പോലീസുമായി കോർട്ടുമായി മെഡിക്കോ ലീഗൽ ഏതെങ്കിലും മെഡിക്കോ ലീഗൽ കേസുകളിൽ MLC കേസുകളിൽ എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൈമാറുക. പിന്നെന്താണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിനോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനോ എന്താണ് വീട്ടിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി കെയർ ആ പേഷ്യന്റിന് ആവശ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതിനോ ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക. എന്താണ് ഏതെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമായി ഇവർ പ്രവർത്തിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഇതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അറിവ് കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെ എന്താണ് അതിന് എന്തിനെ കുറിച്ചാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ വേണ്ടത്? ഓരോ എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ച് വേണ്ടി വരും. ഓരോ മെഡിസിൻസ് അല്ലെ രോഗിക്ക് കൊടുക്കേണ്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് മെഡിസിൻ ഏത് രോഗത്തിനാണ് ആ മെഡിസിൻ യൂസ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ഒരു അസുഖമായിട്ട് വരുന്ന പേഷ്യന്റ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നൽകുക. ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് എന്താണ് എന്തെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക. കാഷ്വാലിറ്റി ക്ലിയർ ആയോ? ഇപ്പൊ കൊറോണ വന്നില്ലേ, കൊറോണ വന്നപ്പോ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസ് തരാനായിട്ട് അല്ലെ എന്താണ് മാസ്ക് ധരിക്കുക, ആളുകളുമായി ഒരു മീറ്റർ അകലം പാലിക്കുക എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നിരുന്നോ? തന്നിരുന്നല്ലേ. എന്താണ് എല്ലാവരും മാസ്ക് ധരിക്കണം. പിന്നെ എന്താണ് കൈ ഹാൻഡ് വാഷ് ഇട്ട് കൈ എപ്പോഴും കഴുകണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങള് ജനങ്ങൾക്ക് നൽകുന്നതിന്റെ ഒരു ഭാഗമാകുക. എന്താണ് 4th പോയിന്റ് എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ അല്ലെ അപ്പൊ അതിനു വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ജനങ്ങൾക്ക് ഒരു വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു ഭാഗമാകുക കാഷ്വാലിറ്റി സെക്ഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരെന്തൊന്നും പറയാത്തെ? എന്ത് പറ്റി? ഇന്ന് പേഷ്യന്റ് ഫ്ലോ എടുത്ത് അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പേഷ്യന്റ് ഫ്ലോ ഫസ്റ്റ് ട്രയേജ് ആദ്യം പേഷ്യന്റിന് ട്രയേജ് എന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റിനെ തരം തിരിക്കുക. നെക്സ്റ്റ് റിസപ്ഷൻ
അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്താണ്, പേഷ്യന്റിന് ഏത് ട്രീറ്റ്മെന്റ് ആണോ റിസൂസിറ്റേഷൻ ഏരിയയിലേക്കാണോ പറഞ്ഞേക്കേണ്ടത് അല്ലെങ്കിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക്, അതിലെന്താണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ എന്തെങ്കിലും സ്കാനിങ്ങുകളോ ടെസ്റ്റിംഗ് ആണോ ചെയ്യേണ്ടത് ആ സെക്ഷനിലേക്ക് പറഞ്ഞയക്കുക. പിന്നെന്താണ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം അവരെ റിസൾട്ട് ഒക്കെ കിട്ടിയതിന് ശേഷം എന്താണ് രണ്ടാമത് ഡോക്ടർ അവരെ റീവാലുവേറ്റ് ചെയ്യുക, രണ്ടാമത് വിലയിരുത്തുക. നെക്സ്റ്റ് എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി നോർമൽ ആയി കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ എന്താണ് അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പിന്നെ എന്താണ് കൂടാതെ പേഷ്യൻസിന് വേറെ എന്തെങ്കിലും റെഫറൽ, വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെഫറൽ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് CMO കാഷ്വാലിറ്റി ട്രെയിനഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും, കൺസൾട്ടന്റുകൾ ഉണ്ടായിരിക്കും, രജിസ്റ്റേർഡ് നേഴ്സ് EMT ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. സ്കിൽഡ് ആയിട്ടുള്ള ഒരു രോഗിയെ ട്രീറ്റ്മെന്റ് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കിൽഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്താണ് ഒരു രോഗിയുടെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപാധികളെ സ്വീകരിക്കാൻ പറ്റുമോ അവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ് എക്സ്റേ സെക്ഷനില് ECGയില് ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് രോഗി പരിചരണത്തില് സഹായിക്കുന്ന അസിസ്റ്റ് ചെയ്യുന്ന ആളുകള്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ എന്താണ് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കുകൾ, എന്താണ് രോഗിയുടെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ചാർട്ട് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. നെക്സ്റ്റ് റെക്കോർഡ്സുകള്, പിന്നെ ഫങ്ഷൻസ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ബാക്കി എടുക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you. Thank you, ma'am. 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 Good morning.